കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പിടിയിലായ ചെന്താമരയുടെ ഹിറ്റ് ലിസ്റ്റിൽ 3 പേർ കൂടി ഉണ്ടായിരുന്നു. ഭാര്യയും പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ അയൽവാസിയും. ഇവരെ കൂടി കൊല്ലാൻ ചെന്താമര പദ്ധതിയിട്ടിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിന്ന് സൂരജ് സജി തത്സമയം ചേരുകയാണ്. പറയൂ സൂരജ് സജി, വിവരങ്ങൾ. എസ്കെൻ, ഈ ചോദ്യം ചെയ്യലിൽ പ്രതി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ 3 പേർ കൂടി ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ ഈ അയൽവാസിയുടെ അടക്കം പേരുകൾ എഴുതി വെച്ച കുറിപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തതാണ്. ഇതിന് പുറമെയാണ് ഈ ചോദ്യം ചെയ്യലിൽ പ്രതി ഇപ്പോൾ 3 പേരുടെ പേര് കൂടി പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം അന്ന് ഈ സംഭവം സജിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അന്വേഷണം നടത്തിയ അന്വേഷണ സംഘത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളത്. അതോടൊപ്പം തന്നെ ഭാര്യയും മകളും, അതായത് സ്വന്തം ഭാര്യയെയും മകളെയും കൂടി ഈ പ്രതി കൊല്ലാൻ ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ പക തന്നെ നമുക്കറിയാവുന്നതാണ്. അതായത് തൻ്റെ കുടുംബം ശിഥിലീകരിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജോൾസിനെ കാണുന്നു. ആ ജോൾസിനിൽ നിന്ന് മുടി നീട്ടി വളർത്തിയ യുവതിയാണ് ഈ കുടുംബം ശിഥിലീകരിക്കപ്പെടാൻ ഇടയാക്കിയതെന്ന് ആ ജോൾസിൻ പറഞ്ഞത് വെച്ചാണ് പിന്നീട് ഈ സജിതയെ കൊലപ്പെടുത്തുന്നതും അതിനുശേഷം സജിതയുടെ ഭർത്താവായ സുധാകരനെ കൊലപ്പെടുത്തുന്നതും സുധാകരന്റെ മാതാവിനെ കൊലപ്പെടുത്തുന്നതിലേക്കും ഒക്കെ നയിച്ചത്. പക്ഷേ അപ്പോഴും ഈ ഭാര്യയോടും മകളോടും അടങ്ങാത്ത പക പ്രതിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ മകളൊക്കെ ഇപ്പോൾ പഠിച്ച് ജോലി വാങ്ങി നല്ല നിലയിൽ കഴിയുന്ന മകൾ കൂടിയാണ് സ്കേൻ. അതോടൊപ്പം തന്നെ ഭാര്യയാകട്ടെ ഇയാൾ കഴുത്തിൽ കത്തി വെച്ച സമയത്താണ് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഇവരുടെ പല അനുഭവ കഥകളും എല്ലാം ഇന്നലെ നമ്മൾ വിട്ടതാണ്. ഈ ചെന്താമരയുടെ ഭാര്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ സമീപത്ത് ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി. ആ സ്കൂളിൽ പ്രവേശിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സ്കൂൾ മുതൽ ഇവരുടെ വീട് വരെ ഈ ചെന്താമര ഇവരെ തല്ലി വീട് വരെ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഈ കൊടുവാൾ കഴുത്തിൽ വെച്ച് വെട്ടാൻ ഓങ്ങിയ സമയത്താണ് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും പിന്നീട് ഈ ബന്ധം വേണ്ട, തൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന നിലയിൽ ഈ ദാമ്പത്യം കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകളുമായി അവിടെ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ആ മകളെയും ഭാര്യയെയും പോലും ഈ കൊലപ്പെടുത്താൻ പ്രതി ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പ്രതിയെ എത്തിക്കുന്ന സമയത്ത് പ്രതിയുടെ മുഖഭാവത്തിലടക്കം തെല്ലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. ആ പ്രതിയുടെ പെരുമാറ്റം തീർത്തും അത്തരത്തിൽ തന്നെയായിരുന്നു. അതായത് ഈ ഭക്ഷണത്തോട് പ്രതിക്ക് അടങ്ങാത്ത ഭക്ഷണത്തോട് പ്രതിക്കുള്ള താല്പര്യം, ആ താല്പര്യം ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്തും പ്രകടമായിരുന്നു. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറുന്ന സമയത്ത് ഈ പ്രതി ചോദിച്ചത് ചോറും ചിക്കനും കിട്ടുമോ എന്നാണ് ചോദിച്ചത്. ആ പോലീസ് സ്റ്റേഷനിൽ കയറിയതിൻ്റെ ഒരു ഭയമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 29-ാം തീയതി ഈ സുധാകരൻ്റെ മകൾ അഖില പരാതി നൽകുന്ന സമയത്ത് ഇയാളെ വിളിച്ചു വരുത്തുന്ന സമയത്ത് ഈ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പോലും കയറാൻ ഇയാൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ സ്റ്റേഷൻ SHO അടക്കം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അന്ന് പോലീസുകാരെല്ലാവരും ഈ പുറത്ത് വന്ന് നിന്നാണ് ഈ 5 പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളോട് അന്ന് കാര്യങ്ങൾ തിരക്കിയിരുന്നു. പക്ഷേ ഇന്നലെ ഇയാളെ പിടികൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ കാര്യങ്ങൾ മറിയുന്നു. ഈ പ്രതി ആ സ്റ്റേഷനിലെത്തുമ്പോൾ തെല്ലും ഭയപ്പാടില്ലാതെ പോലീസുകാരോട് ചോദിക്കുകയാണ്, ചോറും ചിക്കനും കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ അത് കിട്ടില്ല എന്ന് പറയുന്നു. മൊഴിയെടുക്കണം. അപ്പോൾ ഇയാൾ പറയുന്നു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം. അപ്പോൾ ഇവർ പറഞ്ഞു, താങ്കൾ മൊഴിയെടുത്തതിന് ശേഷം മൊഴിയെടുക്കാൻ താങ്കൾ സഹകരിക്കുകയാണെങ്കിൽ മൊഴിയെടുത്തതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരോട് സഹകരിക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസ് ആകട്ടെ ഈ ഇഡലിയും ഓംപ്ലേറ്റും ഈ പ്രതിക്ക് വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഭക്ഷണവും കഴിപ്പിച്ചതിന് ശേഷമാണ് 1:30 ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഇപ്പോൾ നമ്മളുള്ള ഈ ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് ഈ പ്രതിയെ മാറ്റുന്നത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി അടക്കം എത്തി. ഇപ്പോൾ അരമണിക്കൂറിൽ അധികമായി പ്രതിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതി ഈ കൂടുതൽ പദ്ധതികൾ എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേഷ് കൂടി ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? വലിയ മാധ്യമ പട തന്നെ ഈ SP-യുടെ വാർത്താ സമ്മേളനത്തിൽ, അതായത് കേരളം ഇന്നലെയും മിനിഞ്ഞാന്നും പൂർണ്ണമായി കേട്ടത്, ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് ഈ ക്രൂരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ വിവരങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രതി ഈ കൃത്യം നടത്തിയത്, ഇയാൾക്ക് അതിനുള്ള മോട്ടീവ് എന്തായിരുന്നു, ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചോ, ആ കൊലപാതകത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വലിയ മാധ്യമപ്പട തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. SP ഏതാണ്ട് അരമണിക്കൂറിലധികം സംസാരിച്ചു കഴിഞ്ഞു പ്രതിയുമായി. അതിൽ നിന്ന് ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും
മാധ്യമങ്ങളോട് അദ്ദേഹം വിശദീകരിക്കുക. അതിനുശേഷം ഇന്ന് ഉച്ച കഴിഞ്ഞായിരിക്കും പ്രതിയെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ, ഇപ്പോൾ ഞാനുള്ള ഈ DYSP ഓഫീസിൽ നിന്ന് വളരെ അടുത്താണ് കോടതി, ഏതാണ്ട് 300 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ആ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പ്രതി ഓപ്പൺ കോർട്ടിൽ നൽകാതെ ജഡ്ജിയുടെ ചേംബറിൽ എത്തിച്ചായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇന്ന് ഒരു പക്ഷേ കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്നായിരുന്നു ആദ്യം അന്വേഷണ സംഘം അറിയിച്ചിരുന്നത്. കാരണം അവർ പ്രതീക്ഷിച്ചത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ പ്രതിയെയും കൊണ്ട് പൊത്തുണ്ടിയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു കരുതൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അതായത് SP ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി SP തയ്യാറെടുക്കുകയായിരിക്കും. അപ്പോൾ ആ പത്രസമ്മേളനത്തിലേക്ക് നമുക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട, അതായത് കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹം പറയാൻ പോകുന്നത്? അതായത് ഈ കൊലപാതകത്തിൻ്റെ രീതി, പ്രതിയുടെ രീതിയൊക്കെ വളരെ ദുരൂഹമാണ്. നേരത്തെ സജിതയുടെ കൊലപാതകം നടന്നതിന് ഏറെ സമാനതകളുമുണ്ട് ഇപ്പോൾ നടന്ന 2 കൊലപാതകങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് പ്രതി ഈ കുറ്റകൃത്യം നടത്തിയത്, അതിന് ആരുടെയൊക്കെ സഹായം ലഭിച്ചോ, ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് മാത്രമല്ല, ഈ പ്രതി ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ പുറത്തേക്ക് വന്ന കുറേ വിവരങ്ങളുണ്ട്. അതേക്കുറിച്ചൊക്കെ നമ്മൾ വാർത്തകൾ നൽകിയിരുന്നതാണ്. അതായത് ഈ കാട്ടാനയ്ക്ക് മുന്നിൽ താൻ പെട്ടു, താൻ വിഷം കഴിച്ചു എന്നൊക്കെ പറയുന്ന ഒരുപാട് വിചിത്രമായിട്ടുള്ള വാദങ്ങൾ ഈ പോലീസിന്റെ മുന്നിലേക്ക് പ്രതി വെച്ചിരുന്നു. അത് മാത്രമല്ല, ഇത് മനഃപൂർവ്വം നടപ്പാക്കിയിട്ടുള്ള ഒരു കൊലപാതകമല്ല, അത് സാഹചര്യവശാൽ അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതി പോലീസിനോട് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയായിരിക്കണം പ്രതി ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രത്തിൽ താൻ മനഃപൂർവ്വം പദ്ധതി ഇട്ടതല്ല, പക്ഷേ 3 പേരെ കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നു. ആ 3 പേർ പക്ഷേ ഇവരല്ല, അതായത് സുധാകരനും ലക്ഷ്മിയും അല്ല ആ 3 പേർ എന്നൊക്കെ. ആലത്തൂർ DYSP ഓഫീസിൽ നമുക്കൊപ്പം ചേർന്നത്. അല്പസമയത്തിനകം SP യുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും.